ഇന്ന് വൈകിട്ട് 3:15 കൂടിയാണ് ഈ അതിദാരുണമായ അപകടം വടകര ഭാഗത്ത് നടന്നത്. വടകര മൂരാട് പാലത്തിന് സമീപമാണ് ട്രാവലറും ഒപ്പം ഒരു എർട്ടിക കാറും കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചത്. അപകടത്തിൽ ഈ എർട്ടിക വാഹനത്തിലുണ്ടായിരുന്ന 4 പേർക്കാണ് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഈ കാറും ഒപ്പം തന്നെ ഈ ട്രാവലറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇതിൽ നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കാറ് ഈ റോങ് സൈഡിൽ വരികയായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വാഹനം ഈ ദിശയിൽ ഒരു തരത്തിലും വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇത് കണ്ണൂർ ഭാഗത്തേക്ക് മാത്രം വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. അവിടെയാണ് എതിർദിശയിൽ ഈ കാറ് വരികയും ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയും ചെയ്തത്. ഉടൻ തന്നെ ഇവിടെയുള്ള ആളുകൾ ഓടിയെത്തുകയും ഈ വാഹനം വെട്ടിപ്പൊളിച്ച് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തു. പക്ഷേ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വളരെ ദാരുണമായ ഒരു അപകടം. ഈ മരിച്ചവരിൽ ന്യൂ മാഹി സ്വദേശിനിയായ റോജ, പുന്നൂൽ സ്വദേശിനി ജയവല്ലി, അഴിയൂർ സ്വദേശിനിയായ രഞ്ജിയൊപ്പം മാഹി സ്വദേശി ഷിഗിൻലാൽ എന്നിവരാണ് മരിക്കുകയും ചെയ്തത്. ഏതായാലും ഈ അപകടം സംബന്ധിച്ച് ദൃക്സാക്ഷികൾക്കും കൃത്യമായ ഒരു അറിവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ അപകടം സംഭവിച്ചത് ഈ ദേശീയപാത തുറന്നുകൊടുത്ത ഭാഗത്താണ്. 6 വരി പാത തുറന്നുകൊടുത്ത് അവസാനം എൻഡിലേക്കാണ് അപകടം നടന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ വണ്ടി ഈ സൈഡിലേക്ക് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ പലപ്പോഴും ഈ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് പല സ്ഥലത്തും നിത്യേന മാറ്റിമറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം പോകുന്നത് പോലെ എല്ലാ രണ്ടാമത്തെ ദിവസം ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നു, മാറി മറിഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ ഇത് കുറച്ചായിട്ട് ഈ 6 വരി പാത, ഈ 4 കിലോമീറ്റർ ഉള്ള 6 വരി പാത തുറന്നു കൊടുത്തിട്ട് കുറച്ചായി. പക്ഷെ അവിടുന്ന് ഇവിടെ തൊട്ടടുത്തൊരു പമ്പുണ്ട്. പമ്പിലേക്ക് ഈ പ്രദേശത്ത് വരുന്ന വണ്ടികളൊക്കെ തന്നെ പമ്പിൽ പോയിട്ട് ഈ ഓരം ചേർന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറം പോയി വരുന്നതിന് പകരം ഈ ഓരം ചേർന്ന് വരുന്ന പരിപാടികളുണ്ട്. പക്ഷേ ഇതിപ്പം ചോറോട് കയറ്റുന്ന വരുന്ന വണ്ടികളാണ്. എങ്ങനെയാണ് ഈ ഭാഗത്ത് എത്തിയതെന്ന് അറിയില്ല. മറ്റേ ഫേസ് ടു ഫേസ് ആണ് അടിക്കുന്നത്. ഇവിടെ വലിയൊരു ദുരന്തം ഈ ദേശീയപാത വർക്കിംഗുമായിട്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ആ ഒരു പ്രദേശത്ത്, ആ ഒരു കുഞ്ഞൻ പ്രദേശത്ത് അവിടെ മണ്ണിടിഞ്ഞത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം മഴയത്ത് ഇടിഞ്ഞ പിന്നെ മണ്ണും ഇതുവരെ നീക്കം ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല. അവിടെ 3 വരി പാത അവിടെ എത്തുമ്പോൾ 1 വരി പാതയാക്കിയിട്ട് കുടുക്കി അവിടെ നിന്ന് ഒരു ബൈക്ക് അപകടം നടന്ന ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവിടെ അധികാരികൾ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദേശീയപാതയുടെ പണിയും ഈ വെങ്ങളം അഴിയൂർ റീച്ച് വളരെ അബദ്ധമാണ്. അത് നിങ്ങളെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് യാതൊരു പരിഹാരവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഈ മഴക്കാലത്ത് കൂടുതൽ ദുരന്തം ഇതിന്റെ അനുഭവിക്കാൻ പോകുന്നേ. ഒരിക്കലും ഈ ഒരു കാർ ഈ ദിശയിൽ വരാൻ പാടില്ലായിരുന്നു. വരാൻ പാടില്ല. അത് ഇപ്പൊ എങ്ങനെ വന്നു എന്നുള്ളത്, കാരണം കൃത്യമായ ബോർഡും സൈൻ ബോർഡും ഈ ദിശാ ബോർഡുകളൊന്നും തന്നെ ഈ ഹൈവേയിൽ ഇല്ല. അതുകൊണ്ട് ഈ കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവരെ ഒരു റോങ് എന്ന് പറയുന്നതിനപ്പുറത്ത് ഈ ദേശീയപാത അതോറിറ്റിയാണ് ഈ എല്ലാത്തിനും മെയിൻ കാരണം എന്നുള്ളത് നാട്ടുകാരുടെ ഒരു അഭിപ്രായമാണ്. അത്തരത്തിലൊരു പരാതി കൂടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വാഹനം ഇവിടെ സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ച് ഈ എതിർദിശയിൽ ഈ റോങ് വേയിൽ വരികയായിരുന്നു എന്നുള്ളതാണ് ആദ്യം ലഭിച്ചിരുന്ന ഒരു വിവരം. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ കാർ ആ പെട്രോൾ പമ്പിൽ കയറിയതായി കണ്ടെത്തിയിട്ടില്ല. മറിച്ച് ആ ഭാഗത്തു നിന്നും ഏതോ ഒരു പരിപാടി കഴിഞ്ഞ് ഇതുവഴി വരികയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിവിടെ ഒരു പതിവ് കാഴ്ചയാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ചും നിരവധി വാഹനങ്ങൾ ഈ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ അമിത വേഗതയിൽ പോകുന്ന ഒരു വഴിയാണ്. ഇവിടെ ഈ വാഹനങ്ങൾ ഈ പെട്രോൾ പമ്പിൽ നിന്നും മറ്റും പെട്രോൾ അടിച്ച് ഇത്തരത്തിൽ ദിശ തെറ്റിച്ച് വരുന്ന ഒരു പ്രവണതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി അധികാരികൾ പരിശോധിക്കണമെന്നും അതിൽ ഒരു നടപടി വേണമെന്നുള്ളതും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യത നാട്ടുകാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വടകരയിലെ സഹകരണ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കുക. അതിനുശേഷം കുടുംബത്തിന് വിട്ടു നൽകുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയൊരു ഞെട്ടലുണ്ടാക്കിയ അപകടമാണ്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അപകടം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ വാഹനങ്ങൾ കൂടുതൽ ഒരു സൂക്ഷ്മത കാണിക്കണം എന്നുള്ളത് നാട്ടുകാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ മറ്റ് നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. ക്യാമറ പേഴ്സൺ മുസ്താഖിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.